ഞാൻ പലരും ഇവിടെ വന്നിട്ട് ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ നിൽക്കണം കണ്ടപ്പോ ഞാൻ മനസ്സിലാലോചിച്ചു, ദൈവമേ, ആരെങ്കിലും ഇവിടെ സ്വന്തം മക്കളുടെ കൂടെ ഒരു കൂട്ടിന് വന്നതായിട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് കൃപാസനത്തിൽ എത്തിക്കാൻ വേണ്ടി കൂടെ വന്നതായിട്ടോ, അതല്ലെങ്കിൽ ഭാര്യ നിർബന്ധിച്ചു ഇവിടെ വന്നു, ഇവിടെ കണ്ടു, തിരിച്ചുപോയി. അപ്പൊ ഈ രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരൊരിക്കലും ഭയപ്പെടണ്ട. കാരണം ഈ അച്ഛൻ, ഞാൻ ആദ്യമായ ദിവസം ഇവിടെ വന്നപ്പോ അച്ഛന്റെ ഇവിടത്തെ സാക്ഷ്യങ്ങളിലും അച്ഛൻ സംസാരിക്കുന്നതിലൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ദൈവവിളി ഇല്ലാതെ ഒരിക്കലും ഒരാൾക്കും ഈ പുണ്യഭൂമിയിൽ കാല് ചവിട്ടാൻ സാധിക്കില്ലാന്ന്. അപ്പൊ അത് എന്റെ ഒരു സാക്ഷ്യം വഴി ഞാനത് വീണ്ടും പറയാണ്. നിങ്ങൾ എവിടെ ഉറങ്ങിക്കിടന്നാലും ഈ പുണ്യഭൂമിയിൽ എത്ര സംശയിച്ച് കാല് ചവിട്ടിയാലും പൈസയും ആരോഗ്യം ഉള്ളപ്പോ ഇവിടെ വന്ന് കാഴ്ചക്കാരനെ പോലെ എല്ലാം കണ്ട് കാഴ്ചക്കാരനെ പോലെ തിരിച്ചു പോയാൽ പോലും പേടിക്കണ്ട. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവിടെ ഈശോന്റെയും തിരുരക്തത്തിന്റെയും വിശുദ്ധകുരിശിന്റെയും ഒരു സംരക്ഷണം നിങ്ങളിലുണ്ട്. ഈ കൃപാസനം എന്നുള്ളത് സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്ക് ദൈവം പണിതിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിലൂടെ ഇവര് പറയുന്ന കാര്യങ്ങൾ അതൊരിക്കലും നമ്മൾ സത്യക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കൃപാസനത്തിൽ വന്നിട്ടുള്ള ഒരാൾ പോലും എല്ലാം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ദൈവവിളിയില്ലാതെ ഇവിടെ വരാൻ സാധിക്കില്ല എന്ന് അതുവഴി അവരറിയാതെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങളുടെ ഒരു ബണ്ടിലായിട്ടാണ് അവർ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.